നമസ്കാരം, എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ. ഇതാരാന്ന് മനസ്സിലായോ? ഇതാണ് സബൈന. ആരാന്നാണോ ആലോചിക്കുന്നത്? യെസ്, നമ്മളുടെ ഈ വർഷത്തെ ഏറ്റവും സെൻസേഷണൽ ബേബിയാണിത്. ശ്രീവത്സൻ മേനോൻ്റെയും ശ്വേത മേനോൻ്റെയും ചുന്ദരി മോളാണിത്. അച്ഛനും അമ്മയ്ക്ക് ഒരു ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. അമ്മ അവൾക്ക് ആ പടത്തിലെ പാട്ടൊന്ന് പാടി കേൾപ്പിച്ചു കൊടുത്തേ. കളിമണ്ണിലെ ലാലി ലാലി ഒന്ന് പാടിക്കേ. അമ്മയും മോളും കൂടെ ഒന്ന് പാടിക്കേ നോക്കട്ടെ. ലാലി 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 ലീലോ മലരൊളിയേ മന്ദാര മലരേ എന്നോമൽ കണിയേ എൻ കുഞ്ചു മലരേ ലാലി 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 ലൂ. കേട്ടിട്ടുണ്ടോ? എപ്പോ കേട്ടതാ ഈ പാട്ട്? അമ്മയുടെ ടം ടംല്. പറയൂ ശ്രീവത്സൻ. ഞാൻ കുറച്ചു നേരം ശ്രീവത്സനോട് ശ്വേത കുറച്ചു നേരം മിണ്ടാതിരി. ശരി, ഓക്കെ. ശരി. ചിങ്ങമാസത്തിൽ ഒന്നും ഒളിച്ചു വെക്കാൻ പാടില്ല എന്നാണ് വെപ്പ്. എന്നാണ് വെപ്പ്. കേട്ടോ? അത്തോൾ ഫാമിലി ആയിട്ട് അതൊന്നും കേട്ടിട്ടില്ല. അങ്ങനെ ഒരു ട്രഡീഷൻ ഉണ്ടെന്ന് എനിക്ക് അറിയില്ല. ആണോ? പിന്നെ എങ്ങനെയുണ്ട് ഒരു സെലിബ്രിറ്റിയുമായിട്ടുള്ള ഒരു ജീവിതം? എൻജോയ് ചെയ്യുന്നു? പിന്നെ ചിലപ്പോൾ ഇറിറ്റേഷൻ വരുമോ? ഇല്ലില്ല, അങ്ങനെ ഇതുവരെ അങ്ങനെ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. ഞാൻ ജേർണലിസ്റ്റ് ആയിരുന്നല്ലോ, അപ്പം എനിക്കറിയാം എന്തൊക്കെ നടക്കും, എന്തൊക്കെ നടക്കാൻ പോകുന്നുണ്ടെന്നുള്ള ഒരു ആൻറ്റിസിപ്പേഷനൊക്കെ ഉണ്ട്. പിന്നെ പൊതുവേ എന്തെങ്കിലും ഞങ്ങൾ ഡിസ്കസ് ചെയ്യും എല്ലാ കാര്യങ്ങളും. ഞാൻ പറഞ്ഞു, ഇപ്പം ഞങ്ങൾക്ക് ചിരിക്കാനൊരു അവസരമാണ്. ഞങ്ങൾ യൂട്യൂബിൽ പോയിട്ട് പുതിയൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഞങ്ങളൊന്ന് വായിക്കും. എന്നിട്ട് അതിൻ്റെ ഉള്ള കമൻസ് വായിച്ച് ഞങ്ങൾ ചിരിയോട് ചിരിയാണ്. അപ്പം ഞാൻ തന്നെ വായിച്ച് ചിരിക്കും മറ്റുള്ളവരുടെ എന്താ പറയുക കളിയാക്കുന്ന കമൻസും ഒക്കെ വായിച്ചിട്ട്. പക്ഷേ ഒരേ ഒരു ഇതെന്താ വെച്ചാൽ നമ്മൾ എല്ലാവരും റിക്വസ്റ്റ് ചെയ്യുന്ന വെച്ചാൽ അവളെ പറ്റി കമൻറ്റ് ചെയ്യരുത്. അതുപോലെ തന്നെ അച്ഛനും അമ്മയും പറ്റിയിട്ടും ഒന്നും ചെയ്യരുത്. നിങ്ങളെ പറ്റി എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല. പക്ഷേ ആ ഒരു അതൊക്കെ ചിരിച്ച് സുഖമായിട്ട് ഇന്ന് വന്നാൽ അത് വായിച്ച് ഞങ്ങൾ തന്നെ ചിരിക്കും. ഞങ്ങൾ തന്നെ നോക്കും എന്തൊക്കെയാ കമൻസ് പറയുന്നത്. നെഗറ്റീവ് കമന്റ്സ് ഒന്നും ഇതിന് പറ്റി വന്നിട്ടില്ല. എനിക്ക് തോന്നുന്നു കേരളത്തിലെ പ്രേക്ഷകർ ഇന്ന് വരെ, ഞാൻ നാട്ടിലോ അല്ലാതെ ഞാൻ എവിടെയെങ്കിലും പോകുമ്പോൾ എന്നോട് ആരും ഇന്ന് വരെ മുന്നോട്ട് വന്നിട്ട് ചോദിച്ചിട്ടില്ല എന്തിനാണ് നിങ്ങൾ അങ്ങനെ ചെയ്തത്. ആക്ച്വലി സ്ത്രീകൾ ഏട്ടൻ്റെ അടുത്ത് പോയിട്ട് ഭയങ്കര കയ്യ് പിടിച്ച് അവർ പറയും, നിങ്ങളെ നമ്മൾ സമ്മതിക്കണം, നിങ്ങൾ നിങ്ങളുടെ ഭാര്യനെ സപ്പോർട്ട് കൊടുത്തത്, അതിന് നിങ്ങൾ അങ്ങനെ തന്നെ ഇരിക്കണം, നിങ്ങൾ എപ്പോഴും അങ്ങനെ തന്നെ നിങ്ങളുടെ ഭാര്യൻ്റെ കൂടെ ഉണ്ടാവണം എന്ന് മാത്രമേ ഈ പ്രേക്ഷകർ അല്ലാതെ ഈ ജനങ്ങൾ പറയുള്ളൂ. ഡെലിവറി ടൈമിൽ ശരിക്കും ബേസിക്കലി എന്താ പറയുക, അച്ഛനുണ്ടായിരുന്നു. എനിക്ക് ടെൻഷനൊന്നും. ഞങ്ങളൊക്കെ മുൻകൂട്ടി ഞങ്ങൾ മനസ്സിലുണ്ട് ഒരു റിവേഴ്സ് ചെയ്തതാണ്. എന്തൊക്കെ വരും, എങ്ങനെ വരും, പോയി കഴിഞ്ഞാൽ എങ്ങനെ വരും. അപ്പോൾ പിന്നെ ഡോക്ടറായിട്ട് ഫ്രീക്വൻ്റ് ആയിട്ടുള്ള ഇൻട്രാക്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർ ഒരു ഇത് പറയുന്നത് വെച്ചാൽ ഷൂട്ടും കാര്യങ്ങളൊക്കെ ഓക്കെ, പക്ഷേ എന്തെങ്കിലും കോംപ്ലിക്കേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ, അതായത് കുഞ്ഞിൻ്റെ ഹാർട്ട് ഡ്രൗൺ ആയി കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും ഔട്ടാണ്, പിന്നെ ഞാനൊന്നും നോക്കില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പം എല്ലാ നിലയ്ക്കും ഞങ്ങൾ ഓരോ ദിവസവും ഡിസ്കസ് ചെയ്ത് ഞങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ക്യാമറയൊക്കെ ഇങ്ങനെ ഉള്ളപ്പോൾ നമ്മുടെ ഡെലിവറിയെ കുറിച്ചായിരിക്കോ കോൺഷ്യസ് ആയിരിക്കും, അതോ ഈ ക്യാമറയെ കുറിച്ചായിരുന്നോ കോൺഷ്യസ്? അപ്പോൾ ഒരു മേക്കപ്പ് ഉണ്ടായിരുന്നില്ല, അത് ഒന്നും ഉണ്ടായിരുന്നു. അല്ല, ഞാൻ പറയാം, ഞാൻ ഹോസ്പിറ്റലിൽ ഭയങ്കര സ്റ്റൈലായിട്ടാണ് കയറി വന്നത്. ലേബർ പെയിന് എങ്ങനെയാണ്, ഏത് രീതിയിലാണ് ഒന്നും അറിയാതെയാണ് ഞാൻ കയറി ചെല്ലുന്നത്. നമ്മളോട് എല്ലാവരും പറഞ്ഞിട്ടുണ്ട്, ഇത് ഇങ്ങനെയാണ് ഉണ്ടാവുക പെയിന്, പക്ഷെ എന്താ പെയിനെന്ന് ആരും ഇന്ന് വരെ പറഞ്ഞിട്ടില്ല. എനിക്ക് തോന്നുന്നു ഇന്ന് എന്നോട് ചോദിച്ചാൽ എനിക്കും ആരോട് പറഞ്ഞ് കൊടുക്കാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു എന്താ ദൈവം തന്നൊരു എന്തോ ആണ് പവർ. അപ്പോൾ പക്ഷെ അതാണ് എന്താ പറയുക, ആ സമയത്ത് ക്യാമറ അല്ല ഒന്നുമില്ല. ഞാൻ ഏട്ടനെ മാത്രം, എൻ്റെ റൈറ്റ് സൈഡിൽ ഏട്ടനുണ്ടായിരുന്നു. ഞാൻ ഏട്ടനും ഡോക്ടറിൻ്റെ ഒച്ചയല്ലാതെ വേറെ എനിക്ക് ഒന്നും ഓർമ്മയില്ല. ഞാൻ ആ 2.5 മണിക്കൂറിൻ്റെ ലേബർ ഞാൻ സ്വർഗലോകത്ത് പോയി 1000 പ്രാവശ്യം പോയി ഞാൻ തിരിച്ചു വന്നു. പക്ഷെ ഞാൻ ഏട്ടന് കരയണ് കണ്ടു. എൻ്റെ അടുത്ത് എന്തൊക്കെയോ ആക്ഷൻസ് ഒക്കെ കാണിക്കുന്നുണ്ട്. ഇപ്പൊ ക്യാമറയോടായി. അതെ, ജനിച്ചപ്പോ തന്നെ ക്യാമറയുടെ മുമ്പിൽ ജനിച്ചതുകൊണ്ട് ഇങ്ങനെ അഭിനയിച്ചുകൊണ്ടേയിരിക്കും. കേട്ടോ കേട്ടോ
എൻജോയ് ചെയ്യുന്നുണ്ടോ? എപ്പോഴും ക്യാമറയുടെ മുമ്പിലാണല്ലോ. ആണോ? വളരെ എൻജോയ് ചെയ്യുന്നുണ്ടോ അഭിനയം? ആണോ? എങ്ങനെയുണ്ടായിരുന്നു ഡെലിവറി ടൈമിൽ? എങ്ങനെയുണ്ടായിരുന്നു? സന്തോഷമായിരുന്നു? ഹാപ്പി ആയിരുന്നു? ശ്വേത എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം എന്നറിയാം? ഇപ്പോഴത്തെ മീനിങ് ആണത്. അങ്ങനെയായിരുന്നില്ല. നിങ്ങളിൽ ആരാ ഏറ്റവും റൊമാൻറ്റിക് പേഴ്സൺ? ഭർത്താവ് ഇങ്ങോട്ടും ഞാൻ അങ്ങോട്ടാ പറയാം. ഫ്ലേർട്ട് ചെയ്യുന്ന ആരാ? ഫ്ലേർട്ട് ശ്രീവത്സ ഇത്തിരി കുറവാണോ? അല്ലല്ല, ഞാൻ ഏട്ടന്റെ അടുത്ത് ഫ്ലേർട്ട് ചെയ്യും. ഏട്ടൻ ബാക്കിയുള്ളവരോട് ഭയങ്കര അണ്ടർസ്റ്റാൻഡിങ് ഫാമിലിയാണ്. പക്ഷെ ഇരിക്കുന്നുണ്ട് വളരെ നല്ല. അത് അഭിനയിക്കാണ്. ഓ, നിങ്ങള് മൊത്തം കുടുംബം അഭിനയമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. അല്ല, ആക്ച്വലി ഫസ്റ്റ് നമ്മൾ നല്ല രണ്ട് ദോസ്തുമാരാണ്. അതാണ് ഏറ്റവും ബെസ്റ്റ് നമ്മളുടെ ഇതിൽ. ഹസ്ബൻഡ് വൈഫ് എല്ലാം ഉപരി നമ്മൾ രണ്ടാളും നല്ല എന്താ പറയുക, ഒരു കുഴപ്പമില്ല. നമുക്ക് അറിയാം നമ്മളുടെ പരിധി എന്താണ്, ഒരു വൈഫ് അല്ലാതെ ഒരു ഹസ്ബൻഡ് എന്ന നിലയിൽ. അല്ലാതെ നമുക്ക് എന്ത് ഓപ്പൺ കോൺവെർസേഷനിക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എനിക്ക് തോന്നുന്നു എനിക്ക് എൻ്റെ ഫീൽഡിന് വേണ്ടി ഏറ്റവും ജാസ്തി എൻകറേജ് ചെയ്യുന്ന ഒരാളാണ്. എൻ്റെ അച്ഛൻ കഴിഞ്ഞിട്ട് എനിക്ക് കിട്ടിയ നല്ലൊരു പാർട്ട്ണർ ദൈവം തന്ന ഒരു പാർട്ട്ണർ. സോ ഐ എം റിയലി വെരി ഹാപ്പി. അപ്പോൾ വേറെ എന്താ വേണ്ടത്? ആ പാർട്ട്ണറിൻ്റെ കൂടെ ഫ്ലേർട്ട് ചെയ്യാനും പറ്റുന്നെങ്കിൽ വേറെ എന്താ വേണ്ടത്? എനിക്ക് തോന്നുന്നു ഞാൻ ശ്വേതയുടെ ആദ്യത്തെ സിനിമ മുതൽ ഇങ്ങനെ വാച്ച് ചെയ്ത് നോക്കുമ്പോൾ ശരിക്കും ശ്വേത ലൈഫ് എൻജോയ് ചെയ്യുന്ന ഇപ്പോഴാണ്. അതെ, അല്ല കല്യാണം കഴിച്ചിട്ട് ഞാൻ കുറച്ചുകൂടി എൻജോയ് ചെയ്യാൻ തുടങ്ങി. പിന്നെ അമ്മയായി കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ചുകൂടി ജീവിതം എൻജോയ് ചെയ്യാൻ തുടങ്ങി. ദൈവമേ, ഇതിന് കുറച്ചും മുമ്പേ ആയാൽ മതിയിരുന്നു എന്ന്. അല്ലല്ല, ഇതാണ് ശരിക്കും നമുക്ക് നല്ല ടൈമാണ് അല്ലേ? പക്ഷെ മിക്കവാറും ആൾക്കാർ പറയാറുണ്ട് മകം ആൾക്കാർക്കെല്ലാം കുറച്ച് ലേറ്റ് ആണ് എന്ന്. അപ്പൊ ഞാനൊരു മകം പറഞ്ഞ മങ്കിയാണ്. സോ എന്താണ്? അതെ, ഇത് മിസ് ചതയം. ഇതാണ് ചതയം. ആണോ? അത് ശരി. പക്ഷേ ഇതിനു മുമ്പ് പിന്നെ അതായത് കേരളവുമായിട്ട് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരു 3-4 വർഷമായിട്ടാണ് ശ്വേത ഇത്രയും അറ്റാച്ച്ഡ് ആവുന്നത് അല്ലേ? ബോംബെയിലായിരുന്ന കാലത്ത് ഈ പറയുന്ന ആഘോഷങ്ങളൊക്കെ ഉണ്ടായിരുന്നോ? ഈ അതെ, ഞാനൊരു എയർഫോഴ്സിൽ ജനിച്ച ഒരാളാണ്. അപ്പോൾ അച്ഛന് നിർബന്ധം ഉണ്ടായിരുന്നു വിഷുവും ഓണം എല്ലാം സമയത്ത് സദ്യ വീട്ടിൽ ഉച്ചയ്ക്ക് ഊണ് കഴിക്കുക. അച്ഛനാണ് അത്, അമ്മയ്ക്ക് ഹോളിഡേ, അച്ഛനാണ് കുക്ക് ചെയ്യുക. അപ്പോൾ എന്താ പറയുക, ഇലകൾ വിളമ്പി അതിൽ നല്ല സദ്യ എല്ലാം വിളമ്പുക. അപ്പോൾ അച്ഛൻ പറഞ്ഞു തരും ഇവിടെയാണ് ഇതെന്താ പറയുക വറുത്തുപ്പേരി വെക്കുക, അല്ലാതെ കൊണ്ടാട്ടം വെക്കുക, അങ്ങനെ അതിൻ്റെ സ്ഥാനങ്ങളുണ്ട്. ഞാൻ വാസ്തവത്തിൽ ശ്വേതയെ കൊണ്ട് സദ്യ വിളമ്പി പരീക്ഷിക്കാൻ ഞാൻ എവിടുന്ന് ഓടും എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അപ്പോൾ ഞാൻ അച്ഛനോട് പറയും, അച്ഛ മനുഷ്യന്മാർക്ക് വിശക്കുന്ന സമയത്ത് നിങ്ങൾ എന്താണ് ഈ സ്ഥലങ്ങൾ നോക്കുന്നത്? ഞാൻ ഒന്നും എല്ലാം ഒരുമിച്ച്, അത് ഞാൻ എപ്പോഴും പറയാറുണ്ടായിരുന്നു. ബിക്കോസ് എനിക്ക് എന്താ പറയുക ഓലൻ അല്ലാതെ അവിയലും എല്ലാം ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതെല്ലാം ഇവർ ഈ കുറച്ചല്ലേ വരുമ്പോഴും ആ ചെറിയൊരു സ്പൂണ് മാത്രം തൊടാൻ വേണ്ടി ഭയങ്കര ദേഷ്യം വരും. ഞാൻ എന്തൊരു കഷ്ടം, ഇതെന്താ ഇങ്ങനെ എന്താ പറയുക ആൾക്കാരെ കളിയാക്കി അല്ലേ? പക്ഷെ പിന്നെയാണ് മനസ്സിലായത് ഇത്രേ വിഭവങ്ങളുണ്ട്, അത്രേ കഴിക്കുമ്പോൾ ഇത്ര മതി സത്യം പറഞ്ഞാലോ. അപ്പോൾ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ എന്താ പറയുക അച്ഛന് നിർബന്ധം ഉണ്ടായിരുന്നു. പൂക്കളം ഇടുക വീട്ടിൻ്റെ പുറത്ത്, വേണമെങ്കിൽ ചെറുതാണെങ്കിലും കുഴപ്പമില്ല, ഒരു ചെറിയൊരു 4-5 എന്താ പറയുക ജസ്റ്റ് ഒന്ന് അതിൻ്റെ പെറ്റൽസ് വെച്ചാലും കുഴപ്പമില്ല, പക്ഷെ പൂക്കളം ഇടണം. പക്ഷെ എല്ലാം ഞാൻ കേരളത്തിൽ വന്നിട്ടാണ് കണ്ടത്. ഈ 10 ദിവസം എന്താ പറയുക പൂക്കളം ഇടുക.